ബാർക്കോഴയിൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും വിമർശിച്ച് അന്തരിച്ച മുൻ ധനമന്ത്രി കെ.എം. മാണിയുടെ ആത്മകഥ പുറത്തുവരുന്നു. വിജിലൻസ് അന്വേഷണത്തിൽ ചെന്നിത്തലയുടെ തിടുക്കം വേദനിപ്പിച്ചുവെന്നാണ് പുസ്തകത്തിലുള്ള പരാമർശം. ഇന്ന് വൈകുന്നേരം നിയമസഭാ മന്ദിരത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യും. ബിജു രമേശിൻ്റെ മകളുടെ വിവാഹത്തിന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വീട്ടിൽ ചെന്ന് പങ്കെടുത്തതിലും പുസ്തകത്തിൽ കടുത്ത വിമർശനമുണ്ട്. മുറിവേറ്റ കടുവയുടെ മുരൾച്ച എന്നാണ് ബാർ ലൈസൻസ് വിഷയത്തിൽ കെ ബാബുവിനെതിരായ പരാമർശം. UDF നിന്ന് ലഭിക്കേണ്ട പിന്തുണ തനിക്ക് ലഭിച്ചില്ലെന്നും കേരള കോൺഗ്രസിനെ തകർക്കുകയായിരുന്നു ചിലരുടെ ഗൂഢലക്ഷ്യമെന്നും ആത്മകഥയിൽ കെ.എം. മാണി പറഞ്ഞു വയ്ക്കുന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കേൻ. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിലെ ഉഗ്രബോംബായിരുന്നു ബാർക്കോഴ ആരോപണം, തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ. ഇതടക്കമുള്ള മുഴുവൻ വിഷയങ്ങളെക്കുറിച്ചും കെ.എം. മാണിയുടെ ആത്മകഥ എന്ന പേരിൽ പുറത്തിറക്കുന്ന ഇന്നത്തെ ആത്മകഥയിൽ പറയുന്നുണ്ട്, അത് വിവരിക്കുന്നുണ്ട്. അതിൽ കോൺഗ്രസ് നേതാക്കൾക്കടക്കം കണക്കറ്റ വിമർശനം ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആ പുസ്തകത്തിന്റെ പ്രസക്തമായ ബാർക്കോഴ ഭാഗം വായിച്ചിരുന്നു. അതിൽ എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അതായത് ഈ ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണത്തിന്റെ ത്വരിതാന്വേഷണം, അതിൽ രമേശ് ചെന്നിത്തല, അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല അനാവശ്യമായ ഒരു തിടുക്കം കാണിച്ചു. ആരോപണം ഉയർന്നപ്പോൾ ചെന്നിത്തല അമേരിക്കയിലായിരുന്നു. എന്നാൽ അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തി അടിയന്തര കാര്യം പോലെ ത്വരിതാന്വേഷണം പ്രഖ്യാപിച്ചു. സ്വന്തം നടപടിയുടെ ഔചിത്യം ചെന്നിത്തല ആലോചിച്ചില്ല. മാത്രവുമല്ല, ഒരു മുതിർന്ന നേതാവ് എന്നുള്ള പരിഗണന, ആരാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ള കാര്യത്തിലെ ഗൌരവം, അതടക്കമുള്ള കാര്യങ്ങൾ രമേശ് ചെന്നിത്തല പരിഗണിച്ചില്ല എന്ന് കെ.എം. മാണിയുടെ ആത്മകഥയിൽ തുറന്നു പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകണം, അതടക്കമുള്ള കാര്യങ്ങൾ അതിന് പിന്തുണയ്ക്കണമെന്നുള്ള ഒരു ആവശ്യവുമായി ഒരു കോൺഗ്രസ് നേതാവ് തന്നെ സമീപിച്ചുവെന്നും, എന്നാൽ അത് മുഖവിലക്കെടുക്കാത്തതിനുള്ള വൈരാഗ്യം അത് രമേശ് ചെന്നിത്തലയ്ക്ക് തന്നോടുണ്ടായെന്നും അത് കാരണമാകാം ഇങ്ങനെ ചില നടപടികളിലേക്ക് രമേശ് ചെന്നിത്തല കടന്നതെന്നും കെ.എം. മാണി തുറന്നെഴുതുന്നുണ്ട്. മറ്റൊന്ന്, ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ചില വിമർശനങ്ങളാണ്. അതായത് UDFന്റെ ഒരു നേതാവിനെ വട്ടമിട്ട് ആക്രമിച്ചിട്ടും ബിജു രമേശിന്റെ മകളുടെ കല്യാണത്തിന് വീട്ടിലെത്തി വിവാഹ നടത്തിപ്പുകാരായി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മാറി എന്നുള്ള കുറ്റപ്പെടുത്തൽ കെ.എം. മാണി പുസ്തകത്തിൽ നടത്തുന്നുണ്ട്. വൈരിയുടെ വീട്ടിൽ പോയി ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും വിവാഹ നടത്തിപ്പുകാരായി ആ സാഹചര്യം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് പുസ്തകത്തിൽ തുറന്നെഴുതുന്നത്. താനായിരുന്നെങ്കിൽ പോകുമായിരുന്നില്ലെന്നും ആ മര്യാദ പക്ഷേ മറ്റുള്ളവർ കാണിച്ചില്ലെന്നും കെ.എം. മാണി പറയുന്നുണ്ട്. ബിജു രമേശിന് കോൺഗ്രസിലെ ചില നേതാക്കളുമായി അടുപ്പമുണ്ടായിരുന്നു. അവരുടെ പിൻബലത്തിലാണ് ബിജു രമേശ് ബാർക്കോഴ ആരോപണം, അതായത് തെറ്റായ ബാർക്കോഴ ആരോപണം ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ച് തൊടുത്തതെന്നും കെ.എം. മാണി പറയുന്നു. മുന്നണിയുടെ ശില്പികളിൽ ഒരാളായിട്ടും UDFൽ നിന്നും ബാർക്കോഴ വിഷയത്തിൽ വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ലെന്നും തുറന്നെഴുതുന്നു കെ.എം. മാണി. കെ ബാബുവിനും ചില വിമർശനങ്ങളുണ്ട്. ബാർ ലൈസൻസ് പുതുക്കി നൽകേണ്ട ഫയൽ താൻ നിയമമന്ത്രി എന്ന നിലയിൽ താൻ കാണരുതെന്ന് കെ ബാബുവിന് നിർബന്ധമുണ്ടായിരുന്നു. നിയമവകുപ്പിനെ മറികടന്ന് ക്യാബിനറ്റിന് മുൻപിൽ എത്തിച്ചത് ഇക്കാരണത്താലാണ്. ഭരണപരിചയം കുറവുള്ള ആളാണെന്ന് കരുതി ആദ്യം അത് അവഗണിച്ചു. സ്കേൻ, വളരെ രസകരമായ മറ്റൊരു കാര്യം കൂടി ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ഒരിക്കൽ കുറച്ച് ബാർ മുതലാളിമാർ കെ ബാബുവിനെ ഒന്ന് കണ്ടപ്പോൾ ആ ജുബ്ബയിട്ട ചേട്ടനോട് കാര്യങ്ങൾ തിരക്കും, അദ്ദേഹമാണെല്ലാം തീരുമാനിക്കുന്നത് എന്ന് കെ ബാബു പരിഹാസ രൂപേണ പറഞ്ഞുവെന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി, അത് താൻ അറിഞ്ഞു എന്നൊരു വെളിപ്പെടുത്തൽ കൂടി കെ.എം. മാണി ആ പുസ്തകത്തിൽ നടത്തുന്നുണ്ട്. കെ ബാബുവിന് മുറിവേറ്റ കടുവയുടെ അമർത്തിയ മുരൾച്ചയായിരുന്നുവെന്നും കെ.എം. മാണി പറയുന്നു. രാജി തീരുമാനം പലതവണ ആലോചിച്ചതാണ്, പക്ഷേ ആ തീരുമാനം മാറ്റിയത് തെറ്റ് ചെയ്യാത്തതിനാലാണ്. എന്നിട്ടും വ്യക്തിഹത്യ നടത്താൻ രാഷ്ട്രീയ ശത്രുക്കൾ മത്സരിച്ചു. മന്ത്രിസഭാംഗങ്ങൾ ഉൾപ്പെടെ ചിലർ സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ടാണ് രാജിവെക്കാതിരുന്നതെന്നും കെ.എം. മാണി അന്നത്തെ ഏറെ രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇതിൽ ഇന്ന് വൈകിട്ട് നിയമസഭയിലെ ആർ ശങ്കരൻ തമ്പി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. സ്കേൻ. ഓക്കെ, താങ്ക് യു. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. കെ.എം. മാണിയുടെ ആത്മകഥ പുസ്തക രൂപത്തിൽ വരാൻ പോകുന്നു. ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി ഈ പുസ്തകം പ്രകാശനം ചെയ്യും. ഒരുപക്ഷെ ബാർക്കോഴ കേസിൽ കേരള രാഷ്ട്രീയം കലങ്ങിമറിഞ്ഞ നാളിലേക്ക് വെളിച്ചം വീശാൻ ഇതിന് കഴിഞ്ഞേക്കും. പക്ഷേ ഈ ആത്മകഥയിലും എത്രമാത്രം യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നുള്ള കാര്യം ആത്മകഥ പുറത്തിറങ്ങി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ.